പണ്ടൊക്കെ വെക്കേഷൻ ആകുമ്പോൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അമ്മ വീട്ടിൽ പോകാമെന്നുള്ളത്. അവിടെ അമ്മയുടെ വീട്ടിൽ 7 മക്കളാണ് ഉള്ളത്. അപ്പം എല്ലാവരുടെയും മക്കളും എല്ലാവരും വരുമ്പോൾ ഒരുപാട് പേരുണ്ടാവാറുണ്ട്. അതും നമ്മൾ 3 ഗ്രൂപ്പായിട്ടാണ്. വലിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഒരു ഗ്രൂപ്പ്, നമ്മുടെ ഒരു ഗ്രൂപ്പ്, പിന്നെ ചെറിയ പിള്ളേർ അവരൊരു ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ. അത് ഇനി മിനിമം 2 ദിവസം എല്ലാവരും വീട്ടിൽ എന്തായാലും ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. എന്നിട്ട് നമ്മളാണെങ്കിൽ നെക്സ്റ്റ് വെക്കേഷൻ ആവാൻ വേണ്ടി എത്ര മാസമുണ്ട്, ചിലപ്പോൾ 3 മാസമായിരിക്കും, ചിലപ്പോൾ 4 മാസമായിരിക്കും. നമ്മൾ ഇന്നിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളേക്ക് ഇനിയിപ്പോൾ അപ്പം പോവാം എന്നുള്ളൊരു ഇങ്ങനെ പ്രതീക്ഷയിൽ പിന്നെ നെക്സ്റ്റ് അടുത്ത വെക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷേ ഇപ്പോൾ എല്ലാവരും ലൈഫിൽ ബിസിയായി. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ കൂടുന്ന ടൈമൊക്കെ കുറവാണ്. കൂടുതലും എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ മാത്രമേ എല്ലാവരും കൂടി അങ്ങനെ കൂടാറുള്ളൂ. അതിപ്പോൾ ഞാനാണെങ്കിലും എപ്പോഴൊന്നും പോവാറില്ലെങ്കിൽ പോലും ഇപ്പോഴും എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ വീട് കഴിഞ്ഞാൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് എനിക്ക് പോയി നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അമ്മ വീട് തന്നെയാണ്. സോ ഇതെൻ്റെ അമ്മ വീട്ടിലുള്ളൊരു കുട്ടി ഈവനിങ് ആണ്. ഇവർ 2 പേരാണെങ്കിലും ഇവക്കൊരു പെങ്ങളുണ്ട്, അവൾ നാട്ടിലില്ലാത്തതുകൊണ്ട് ആ വീഡിയോയിലില്ലാത്തത്. അപ്പോൾ ഇവർ ഞാൻ മറ്റേ 3 ഗ്രൂപ്പിൻ്റെ അകത്തേറ്റവും കുഞ്ഞുങ്ങളുടെ ഗ്രൂപ്പ് പറഞ്ഞില്ലേ, ആ ഗ്രൂപ്പിൽ പെട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ വലുതായി. എനിക്ക് ഇവരോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പറ്റുന്നതാണെങ്കിൽ എനിക്കെല്ലാം ചെയ്തു തരാറുണ്ട്. സോ ഇപ്രാവശ്യം ഒരു 2 ദിവസം ഉണ്ടായിരുന്നു. എന്നാലും പോന്നപ്പോൾ ഒരു ചെറിയ സങ്കടം കൊണ്ട് തന്നെയാണ് പോരുന്നത്. എന്നാൽ ഇനി പോകുന്നതെന്ന് അറിഞ്ഞൂടാ. ഇനി തിരിച്ച് കാനഡയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും തിരിച്ച് വരലും ഉണ്ടാവില്ല. സോ അതിൻ്റെയൊക്കെ ഒരു സങ്കടമുണ്ട്.